കുറഞ്ഞ നിരക്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ ആകാശ എയർ അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ടിക്കറ്റ് കൊള്ളയ്ക്ക് വിധേയരാകുന്ന പ്രവാസികൾക്ക് പുതിയ ബജറ്റ് വിമാന കമ്പനിയുടെ പ്രഖ്യാപനം ആശ്വാസമാകും. ഇന്ത്യയിലെ പുതിയ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയർ കുറഞ്ഞ നിരക്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ്. ടിക്കറ്റ് കൊള്ളയ്ക്ക് വിധേയരാകുന്ന പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന തീരുമാനമാണിത്. അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെയായിരിക്കും രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുകയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റ് സിറ്റി, ദോഹ, ജിദ്ദ, റിയാദ് എന്നീ നഗരങ്ങളിലേക്ക് ആദ്യഘട്ട സർവീസ് നടത്തും. മറ്റു വിമാനങ്ങളിൽ വിമാന ടിക്കറ്റ് 3 ഇരട്ടിയോളം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റ് വിമാന സർവീസ് ആശ്വാസമാകും. വൈകാതെ UAE അടക്കമുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിദേശ സർവീസുകൾ നടത്തുന്നതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചിരുന്നു. SNV ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡായ ആകാശ എയർ മുംബൈ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. വിനയ് ദുബൈയും ആദിത്യ ഘോഷും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. നിക്ഷേപകനായ രാജേഷ് ജുൻജുൻവാലയ്ക്ക് എയർലൈനിൽ 46% ഓഹരിയുണ്ട്. ആദ്യത്തെ ബോയിംഗ് 737 MAX 8 വിമാനം ലഭിച്ചതിനു ശേഷം 2022 ഓഗസ്റ്റ് 7-ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ആദ്യ വിമാന സർവീസുമായി എയർലൈൻ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചു. 5 വർഷത്തിനുള്ളിൽ ഏകദേശം 72 വിമാനങ്ങളുടെ ഫ്ലീറ്റ് സെസ് ഉണ്ടാക്കുക എന്നതാണ് ആകാശയുടെ ലക്ഷ്യം. തുടക്കത്തിൽ മെട്രോ നഗരങ്ങളിൽ നിന്ന് ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും ഇന്ത്യയിലുടനീളമുള്ള പ്രധാന നഗരങ്ങളിലേക്കുമാണ് വിമാന സർവീസുകൾ ഉണ്ടാവുക. എയർലൈൻസിന് നിലവിൽ 20 വിമാനങ്ങൾ 16 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കുന്നുണ്ട്. കൂടാതെ 56 വിമാനങ്ങൾക്കുള്ള ഓർഡറും നൽകിക്കഴിഞ്ഞു. ജനം, ദുബായ്.